ഹായ് ഡിയർ സ്റ്റുഡൻസ്, നീറ്റ് പരീക്ഷയ്ക്ക് ഇനി കൃത്യം 20 ദിവസങ്ങൾ. ഒരു പക്ഷേ ഇനി ഞാൻ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആകുലപ്പെടുന്ന നിമിഷങ്ങളാകാം ഇനി വരുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ആകുലതകളെല്ലാം തന്നെ നമ്മൾ മാറ്റിവെക്കേണ്ട ഒരു സമയമാണ് ഈ 20 ദിവസം. അതിനുവേണ്ടി ഇനി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എങ്കിലും ഈ 20 ദിവസത്തേക്ക് കൃത്യമായ ഒരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. പ്ലാൻ എന്ന് പറയുമ്പോൾ അത് പഠിക്കുന്ന പ്ലാൻ മാത്രമല്ല. നിങ്ങൾ എത്ര സമയം ഉറങ്ങണം, എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന സമയം, ഓരോ സമയത്തും ഏത് സബ്ജക്റ്റ് പഠിക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി എഴുതി വയ്ക്കണം. എന്തിനാണ് ഇങ്ങനെ എഴുതി വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഈ ഒരു സമയത്താകും നമ്മൾ ഫിസിക്സ് കുറച്ചൊന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെമിസ്ട്രി, ഓർഗാനിക് എനിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അത് പഠിക്കാമെന്ന് പറഞ്ഞ് ഫിസിക്സ് വെച്ചിട്ട് കെമിസ്ട്രി പഠിക്കാൻ പോകും. ഓർഗാനിക് പഠിച്ച് തുടങ്ങുമ്പോഴായിരിക്കും നിങ്ങൾ കരുതുന്നത് ഇനോർഗാനിക് ആണ് ഞാൻ മറന്നു പോകുന്നതെന്ന്. ഇനോർഗാനിക് മറക്കുമോ എന്ന് കരുതി അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കുന്നത് ബോട്ടണിയിലും സുവോളജിയിലും ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം എന്നായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമുക്ക് പരീക്ഷയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിമിഷത്തിൽ നിങ്ങൾ 720 സ്കോർ ചെയ്യുന്ന കുട്ടിയായാലും നിങ്ങൾ 300-ന് താഴെ നിൽക്കുന്ന കുട്ടിയായാലും ഏത് റേഞ്ചിലുള്ള കുട്ടികളാണെങ്കിലും ഈ ഒരു മാറ്റം, ഞാൻ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ട്. അത് മാറ്റിവെക്കാനാണ് കൃത്യമായ ഒരു പ്ലാനിങ് വെക്കാൻ പറയുന്നത്. എഴുന്നേറ്റാൽ ഉടൻ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് പകരം നമ്മൾ അതുവരെ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടോ എന്നറിയാൻ ടെക്സ്റ്റ് ഒന്ന് മറിച്ച് നോക്കുകയോ വായിച്ച് നോക്കുകയോ, അതല്ല നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും മറ്റ് ഷോർട്ട് നോട്ട്സിൻ്റെ മെറ്റീരിയൽ, ഇപ്പോൾ ബ്രില്യൻ്റിൽ നിന്ന് തരുന്ന ബ്രെയിൻ പോയിൻറ്ററോ, അങ്ങനെ ഏറ്റവും കൺസൈസായിട്ട് ഏറ്റവും ചുരുക്കി കിട്ടുന്ന സാധനങ്ങളൊന്ന് മറിച്ച് നോക്കാൻ, ഒന്ന് ബ്രഷപ്പ് ചെയ്യാനുള്ള സമയമായിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം. അവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ, ആ സമയം കൃത്യമായിട്ട് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഞാൻ ഫിസിക്സ് ആണ്, അല്ലെങ്കിൽ 1 മണിക്കൂർ ഫിസിക്സ്, 1 മണിക്കൂർ കെമിസ്ട്രി, അങ്ങനെ എഴുതി വെച്ച് അത് കൃത്യമായിട്ട് പാലിച്ച് തന്നെ പോകണം. ഫിസിക്സ് ചെയ്യുമ്പോൾ കെമിസ്ട്രി, കെമിസ്ട്രി ചെയ്യുമ്പോൾ ബയോളജി, അങ്ങനെ നിങ്ങൾ സബ്ജക്റ്റ് ടു സബ്ജക്റ്റ് അല്ലെങ്കിൽ ടോപ്പിക് ടു ടോപ്പിക് ഓടി നടന്ന് പഠിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ ഈ കൃത്യമായ പ്ലാനിങ് നിങ്ങളെ സഹായിക്കും. മാത്രമല്ല വേറൊരു കാര്യമുണ്ട് കേട്ടോ, പരീക്ഷയ്ക്ക് ഇനി 20 ദിവസം എന്ന് ചിന്തിക്കുമ്പോൾ പലരും നിങ്ങളുടെ സ്ലീപ്പ് അവേഴ്സ് കുറയ്ക്കുന്നുണ്ട്, ആഹാരം കഴിക്കാൻ എടുക്കുന്ന സമയം കുറയ്ക്കുന്നുണ്ട്, ഒരു പക്ഷേ നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ എടുക്കുന്ന സമയം പോലും കുറയ്ക്കുന്നുണ്ട്. ഇതൊന്നും വേണ്ട തന്നെ. നിങ്ങൾ ഇത്രയും കാലം എത്ര മണിക്കൂറാണോ ഉറങ്ങിയത് അതേ രീതിയിൽ ഉറങ്ങുക. ഒരു പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻ ബിറ്റ്വീൻ ഒന്ന് റെസ്റ്റ് എടുത്ത് പഠിക്കുന്ന കുട്ടികളാണ്, ഒരു 5 മിനിറ്റ് നിങ്ങൾ യൂഷ്വലി അങ്ങനെ പഠിക്കുന്നവരാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾ അത് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുക. അല്ലാതെ പരീക്ഷ അടുത്തത് കൊണ്ട് ആ റെസ്റ്റ് എടുക്കുന്ന സമയം അല്ലെങ്കിൽ വർത്തമാനം പറയുന്ന സമയം, ഞാൻ ഉറങ്ങാൻ എടുക്കുന്ന സമയം, ഇതും കൂടി പഠിക്കാം എന്ന് നിങ്ങൾ കരുതണ്ട. കാരണം ഡെഫിനറ്റായിട്ടും നമുക്ക് പരീക്ഷയോട് അടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു സ്ട്രെസ്, അത് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെസ്സ് നമ്മളെ ബാധിക്കാതിരിക്കാൻ ഇത്തരത്തിലുള്ള ഇൻ ബിറ്റ്വീനുള്ള ആക്ടിവിറ്റി നമ്മളെ സഹായിക്കും. ഒരു പക്ഷേ 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നതിന് പകരം 1 മണിക്കൂർ പഠിച്ച് ഒന്ന് വർത്തമാനം പറഞ്ഞ് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് നടന്ന് വീണ്ടും പഠിക്കുന്നത് കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ നിങ്ങളെ സഹായിക്കും. ഇനി മറ്റൊരു കാര്യം, ആഹാരം. പരീക്ഷയോട് അടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ആഹാരം വേണ്ട, വിശപ്പ് കുറഞ്ഞു, അതുകൊണ്ട് പെട്ടെന്ന് വാരി കഴിക്കാം, കുറച്ച് കഴിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ എങ്ങനെ പരീക്ഷ എഴുതുന്നു എന്നത് നിർവചിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. നിങ്ങൾക്ക് ഭക്ഷണത്തിനോട് ഇഷ്ടക്കുറവുണ്ട് അല്ലെങ്കിൽ കഴിക്കാൻ തോന്നുന്നില്ല, ഇതൊന്നും തന്നെ ഒരു എക്സ്ക്യൂസായിട്ട് നിങ്ങൾ എടുക്കരുത്. മറിച്ച് കൃത്യമായ സമയം കൊടുത്ത് എപ്പോഴാണോ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം ആ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുക തന്നെ വേണം. ഇനി വേറൊരു കാര്യം, പരീക്ഷയോട് അടുക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന ചോറ് അല്ലെങ്കിൽ കാപ്പി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ജങ്ക് ഫുഡ്സിനോടുള്ള താല്പര്യം നിങ്ങൾക്ക് കൂടും. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു പപ്സ് കഴിച്ചാൽ കുറച്ച് കൂടുതൽ എനർജി കിട്ടും, സമയവും കുറച്ച് മതി, ആ സമയം കൂടി പഠിക്കാം എന്നായിരിക്കും. നെവർ എവർ അത് ചെയ്യരുത്. നിങ്ങൾക്ക് കൃത്യമായ ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സമയമാണിത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് സമയം എടുത്ത് തന്നെ കഴിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. അവിടെ നിങ്ങൾ എടുക്കുന്ന സമയമൊന്നും തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സമയമായിട്ട് നിങ്ങൾ കരുതണ്ട. ഇനി വെള്ളം നോക്കൂ, നമ്മൾ ഇപ്പം നല്ല ചൂടുള്ളൊരു ക്ലൈമറ്റാണ്. അപ്പം നിങ്ങൾ ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാനിരിക്കേണ്ട. വെള്ളം എടുക്കാൻ പോകുന്ന സമയം അല്ലെങ്കിൽ അത് കുടിക്കുന്ന സമയം എനിക്കൊരു വലിയ നഷ്ടം ഉണ്ടാക്കും, ആ സമയം കൂടി ഞാൻ പഠിക്കാം എന്ന് വിചാരിക്കേ വേണ്ട. എപ്പോഴും നിങ്ങൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കൂ. അപ്പോൾ സ്ലീപ്പ് അവേഴ്സ് കുറയ്ക്കാതിരിക്കൂ, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കൂ, നന്നായിട്ട് ഭക്ഷണം കഴിക്കൂ, കൃത്യമായ ഒരു പ്ലാനിങ്, ഞാൻ ഓരോ സമയവും എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് എഴുതി വയ്ക്കൂ.
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 20 ദിവസം നിങ്ങൾ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് കംഫർട്ടബിളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. അതിന് എനിക്കറിയാം, ഞാൻ ഈ പറയുന്നത് പോലെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊന്ന് ഡിപ്രസ്ഡ് ആകുന്നു, ഞാൻ പഠനത്തിൽ നിന്ന് ഒന്ന് മാറിപ്പോകുന്നു എന്ന് തോന്നിയാൽ അവിടെ വെച്ച് നിങ്ങൾ ആ പഠിത്തം നിർത്തി നിങ്ങൾക്കിഷ്ടമുള്ള മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് തിരിയണം. ആ ആക്ടിവിറ്റി ചെയ്ത് നിങ്ങളുടെ സിസ്റ്റം ഓക്കെ ആകുന്ന സമയത്ത് വീണ്ടും തിരിച്ചു വന്ന് പഠനം കണ്ടിന്യൂ ചെയ്യണം. ഒരിക്കലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ചിന്ത വന്നാൽ ആ ചിന്ത നിങ്ങളെ ഭരിക്കുന്ന വിധം അവിടെ തന്നെ ഇരുന്ന് വീണ്ടും വീണ്ടും ചിന്തിച്ചു കൂട്ടാൻ നിൽക്കരുത്. അപ്പോൾ തന്നെ നിങ്ങൾ ആ പഠിക്കുന്നത് എന്താണോ അതൊന്ന് അടച്ചു വെച്ച് ഒന്ന് നടക്കുകയോ മുഖം കഴുകുകയോ ഫ്രണ്ടിനോട് സംസാരിക്കുകയോ വരയ്ക്കുകയോ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം വീണ്ടും വന്ന് ആ വർക്ക് നിങ്ങൾക്ക് തുടരാം. മാത്രമല്ല, ഇനി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിലപ്പോൾ പരീക്ഷയുടെ ഒരു ടെൻഷനൊക്കെ കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. ഉടനെ തന്നെ എണീറ്റിരുന്ന് എന്നാൽ ഞാനിത് പഠിക്കാം എന്ന് പറഞ്ഞ് പഠിക്കാനായി ബെഡിൽ നിന്ന് എണീറ്റ് പോകരുത്. നിങ്ങൾ ഉറങ്ങിയാലും ഇല്ലെങ്കിലും കൃത്യമായി നിങ്ങൾ ആ സമയം ബെഡ് ടൈം ബെഡിൽ തന്നെ ഉണ്ടാകണം. ആ സമയത്ത് NCERT ഒന്നുകൂടെ വായിക്കാമെന്നോ ഒരു പ്രോബ്ലം കൂടി ചെയ്യാമെന്നോ നിങ്ങൾ കരുതരുത്. മറിച്ച് വേണമെങ്കിൽ ആ ബെഡിൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ ഓർക്കണം എന്ന് കരുതുന്ന ഫോർമുലാസ് ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സിലും എന്ത് കണ്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് അവിടെ കിടന്ന് ഓർക്കാൻ പറ്റുമെങ്കിൽ അത് ഓർക്കാം. പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ, അങ്ങനെ ഓർക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് മിസ്ഡ് ആയിപ്പോയി അല്ലെങ്കിൽ ഞാൻ മറന്നുപോയി എന്ന് തോന്നിയാൽ ഉടനെ തന്നെ എണീറ്റ് വന്ന് അത് പഠിക്കണ്ട. മറിച്ച് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ അതൊന്നുകൂടി നോക്കി പഠിക്കാം എന്ന് വിചാരിച്ച ആ ബെഡിൽ തന്നെ തുടരുക. ഇനി രാത്രി കിടക്കാൻ പോകുമ്പോഴും മറന്നു പോകുമെന്ന് തോന്നുന്ന, ഞാൻ മറന്നോ എന്ന് സംശയിക്കുന്ന പാഠഭാഗങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കാം. ഷോർട്ട് നോട്ട്സ് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഫോർമുല ബുക്കിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഫോർമുലകൾ ഒന്നുകൂടി ഒന്ന് നോക്കാം. ഇനി റിവിഷൻ എന്ന് പറയുമ്പോൾ ഓരോ സെൻറ്റൻസും വായിച്ച് പഠിക്കണം എന്നില്ല. ഒരു പേജ് മറിക്കുമ്പോൾ അതിൻ്റെ കോണ്ടൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്നുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് തന്നെ ധാരാളം മതിയാകും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കാനുള്ള സമയമായിട്ട് രാവിലെയും വൈകിട്ടും മാറ്റി വയ്ക്കുക. ഇടയ്ക്കുള്ള സമയം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറക്ഷൻസ് നിങ്ങൾക്ക് തിരുത്തിപ്പോകാം. പക്ഷേ അവിടെ ഒന്നും തന്നെ നിങ്ങൾ ആഹാരത്തിനോടോ ഉറക്കത്തിനോടോ വെള്ളത്തിനോടോ നിങ്ങളുടെ റിലാക്സേഷനോടോ കോംപ്രമൈസ് ചെയ്യരുത്. സോ ഈ 20 ദിവസം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ട സമയമാണ്. ഏറ്റവും ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാനായി നിങ്ങൾ പോകുമ്പോൾ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.